ഹലോ ഗെയ്സ്, ഞാൻ കുറേ മീഡിയ വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറേ ന്യൂസ് കാണുന്നുണ്ട്. കുറേ മീഡിയക്കാർ വെറുതെ പറഞ്ഞു പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ പിണറായി സർക്കാർ അമിത്ഷാ പോലുള്ള ഉള്ളവരുടെ നേരെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അമിത്ഷായ്ക്കെതിരെ മറുപടി അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ള കുറേ അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തി നടക്കുകയാണ്. പക്ഷേ ഇതിന് തെളിവായിട്ട് എനിക്ക് കുറേ തെളിവുകൾ നിങ്ങളുടെ നേരെ നികത്താൻ എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ ഞാൻ ഒരുപാട് തെളിവുകളൊന്നും നികത്താൻ നിൽക്കുന്നില്ല. ആകെ ഒരൊറ്റ വീഡിയോ മാത്രം നിങ്ങൾക്കായിട്ട് ഈ മീഡിയക്കാർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് കാണിക്കുവാണ്. ബിജെപിക്കാരുടെ തലതൊട്ടപ്പൻ അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിനെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്നതാണ്. അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത് തടീന്റെ മട്ട് കാണുമ്പോൾ. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാൽ മതി. നിങ്ങൾക്കിഷ്ടം പോലെ എടുത്ത് കൈയാടാൻ പറ്റുന്ന ഒരു സാധനമല്ല കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി കൈയുയർത്തി എടുത്തു വെച്ച സ്ഥാനമാണ്. അവരുടെ പിന്തുണയോടെയാണ് വന്നിട്ടുള്ളത്. പണ്ടേതോ കാലത്തുള്ള സ്വപ്നവും പോരി നടക്കണ്ട കേട്ടോ. പണ്ടേതോ ആള് ഇങ്ങനെ ചെയ്തിരുന്നു, ഗവൺമെന്റ് അങ്ങ് വലിച്ചെറുക്കിയിരുന്നു. ആ സ്വപ്നമെല്ലാം ദുസ്വപ്നമായിട്ട് നിൽക്കും. അത് ഓർത്തോളണം, വിവേകം പാലിക്കണം. നിങ്ങൾ ഈ നാടിനെ ഭീഷണിപ്പെടുത്താമെന്നിരിക്കരുത്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താമെന്നിരിക്കരുത്. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളുടെ നേരെ നോക്കിക്കൊള്ളണം. ഇങ്ങോട്ട് വന്ന് അത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാകരുത്. സാധാരണ നിലക്ക് അല്പന്മാർക്ക് മറുപടി പറയാൻ പാടില്ല എന്നാണ്. പിന്നെ ഇത്തരം കാര്യങ്ങള് വലിയ കാര്യമാണ് എന്ന് ധരിച്ച് നടക്കുന്ന കുറച്ചു പേര് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ടെന്നുള്ള